പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ എന്നത്തെക്കാളും കടുപ്പത്തിൽ ഉരുണ്ടുകൂടുകയാണ്. കേവലം സൈനിക നീക്കങ്ങൾക്കപ്പുറം സാമ്പത്തിക തന്ത്രങ്ങളും ഊർജ്ജ യുദ്ധമുറകളും അരങ്ങ് തകർക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ സഹബ് എസ്ഫഹാൻ നടത്തിയ ഒരു പ്രസ്താവന ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കണക്കുകൾ വ്യത്യസ്തമാണ് എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങൾക്ക് മുകളിൽ വീണ മരണ വാറണ്ടായാണ് നിരീക്ഷകർ കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് മറുപടിയായി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ നാലിരട്ടി പ്രതികാരം എന്ന സിദ്ധാന്തം കേവലം വൈകാരികമായ ഒരു പ്രതികരണമല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ്. യുദ്ധത്തിൽ സാധാരണയായി കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയാണ് പിന്തുടരാറുള്ളത്. എന്നാൽ ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗണിത ശാസ്ത്രമാണ്. അമേരിക്കയുടെ ഉപരോധം മൂലം ഇറാന്റെ എണ്ണക്കിണറുകൾക്കോ പൈപ്പ് ലൈനുകൾക്കോ എന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണ ഇൻഫ്രാസ്ട്രക്ചറിന് മേൽ അതിൻ്റെ നാലിരട്ടി നാശനഷ്ടം വരുത്തുമെന്നാണ് എസ്ഫഹാനി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഒരു എണ്ണക്കിണറിന് 4 എണ്ണക്കിണറുകൾ എന്ന ലളിതവും എന്നാൽ ഭീകരവുമായ സമവാക്യം. അമേരിക്കയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം അവരെ പിന്തുണയ്ക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ ഊർജ്ജ മേഖലയെ തകർക്കുക എന്ന തന്ത്രപരമായ നീക്കമാണിത്. അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കാൻ ഇറാന് സാധിച്ചില്ലെങ്കിലും അമേരിക്കയുടെ സഖ്യകക്ഷികളെ തകർക്കുന്നതിലൂടെ വാഷിംഗ്ടണിനെ സമ്മർദ്ദത്തിലാക്കാമെന്ന് ടെഹ്റാൻ കണക്കുകൂട്ടുന്നു. ഇറാനിൽ നിന്നുള്ള ഈ കടുത്ത പ്രതികരണത്തിന് ആധാരമായത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങളാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുന്നതിലൂടെ ആ രാജ്യത്തിന്റെ പൈപ്പ് ലൈൻ ശൃംഖലയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള മർദ്ദം രൂപപ്പെടുമെന്നും അത് പരിഹരിക്കാനാകാത്ത വിധത്തിൽ സ്ഫോടനങ്ങൾക്ക് കാരണമാകുമെന്നുമാണ് ട്രംപ് വാദിക്കുന്നത്. എണ്ണ പുറത്തേക്കൊഴുകാൻ കഴിയാതെ വരുമ്പോൾ ഭൂമിക്കടിയിലും പൈപ്പ് ലൈനുകളിലും മർദ്ദം വർദ്ധിക്കുമെന്നും അത് യാന്ത്രികമായി പൈപ്പുകൾ തകരാൻ ഇടയാക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ എണ്ണ ഉൽപാദന ശേഷി അതിന്റെ പകുതിയായി എന്നേക്കുമായി കുറയുമെന്നും ഇതിലൂടെ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കുമെന്നുമാണ് ട്രംപിന്റെ വിശ്വാസം. സാങ്കേതികമായി ഈ വാദത്തിന് എത്രത്തോളം കഴമ്പുണ്ടെന്നത് തർക്കവിഷയമാണെങ്കിലും ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്ന ട്രംപിന്റെ ലക്ഷ്യം ഇതിൽ വ്യക്തമാണ്. ഇറാന്റെ ഭീഷണിയിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളാണ്. അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളായ ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ എണ്ണ കയറ്റുമതിയിലാണ്. ഇറാന്റെ എണ്ണക്കിണറുകൾക്ക് മുകളിൽ ട്രംപ് പ്രവചിക്കുന്ന തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഈ രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നത് വലിയൊരു സുരക്ഷാ വെല്ലുവിളിയാണ്. പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങൾ തകർക്കപ്പെട്ടാൽ അത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയാകും ഇതിലൂടെ രൂപപ്പെടുക. ഇറാന്റെ 4 ഇരട്ടി എന്ന ഭീഷണി ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കയോടുള്ള നിലപാടിൽ പുനർചിന്തനം നടത്താൻ നിർബന്ധിതരാക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. വാക്കുകൾ കൊണ്ടുള്ള യുദ്ധത്തോടൊപ്പം തന്നെ സമുദ്രങ്ങളിൽ ആയുധങ്ങൾ കൊണ്ടുള്ള ബലപരീക്ഷണവും നടക്കുന്നുണ്ട്. അമേരിക്കൻ നേവി ഇറാനിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് പതിവാവുകയാണ്. ഏകദേശം $1.05 ബില്യൺ വിലമതിക്കുന്ന എണ്ണക്കപ്പലുകൾ ഇത്തരത്തിൽ പിടിച്ചെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ തുറമുഖങ്ങളിലേക്ക് തിരിച്ചയക്കേണ്ടി വന്നുവെന്നാണ് ടാങ്കർ ട്രാക്കേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് $380 മില്യൺ എണ്ണയും അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഓരോന്നായി അടച്ചുകൊണ്ട് അവരെ ശ്വാസം മുട്ടിക്കുക എന്ന നയമാണ് അമേരിക്ക പിന്തുടരുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ഇറാൻ തങ്ങളുടെ ആയുധങ്ങൾ പുറത്തെടുക്കുമ്പോൾ അത് മേഖലയിലെ സുരക്ഷയെ പൂർണ്ണമായും തകർക്കുന്നു. ഈ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലും നയതന്ത്ര നീക്കങ്ങൾ സജീവമാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പാകിസ്ഥാൻ സന്ദർശിച്ച ശേഷം മോസ്കോയിലേക്ക് പോയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത റഷ്യയെയും പാകിസ്ഥാനെയും കൂട്ടുപിടിച്ച് ഒരു പുതിയ സഖ്യം രൂപീകരിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഒരു വെടിനിർത്തൽ സാധ്യതയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെയും ഇറാന്റെയും കർക്കശമായ നിലപാടുകൾ ഇതിന് തടസ്സമാകുന്നു. റഷ്യയുടെ ഇടപെടൽ ഈ സംഘർഷത്തിൽ വലിയൊരു മാറ്റം വരുത്തിയേക്കാം. പ്രത്യേകിച്ചും ഊർജ്ജ വിപണിയിൽ പ്രധാന കളിക്കാരൻ എന്ന നിലയിൽ റഷ്യയുടെ നിലപാട് നിർണായകമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോരാട്ടം വെറുമൊരു വാക്കേറ്റമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. ട്രംപിന്റെ യാന്ത്രിക മർദ്ദ സിദ്ധാന്തവും ഇറാന്റെ 4 ഇരട്ടി പ്രതികാര സമവാക്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നടുവിൽ പെട്ടുപോകുന്നത് ഗൾഫ് രാജ്യങ്ങളും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുമാണ്. എണ്ണക്കിണറുകൾ കത്തുന്നത് കേവലം ഇറാന്റെ മാത്രം നഷ്ടമല്ല, മറിച്ച് ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കുമേൽ ഏൽക്കുന്ന വലിയൊരു ആഘാതമാണ്. സമാധാനപരമായ ഒരു ഒത്തുതീർപ്പുണ്ടായില്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങൾ ഒരു വലിയ യുദ്ധക്കളമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിനാശകരമായ ഈ ഗണിതശാസ്ത്രം നടപ്പിലാക്കാതിരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ എത്രയും പെട്ടെന്ന്
കടന്ന് ഇടപെടേണ്ടതുണ്ട്. യുദ്ധത്തിന്റെ കണക്കുകൾ ഒരിക്കലും ലാഭമുണ്ടാക്കില്ലെന്നും അത് 4 ഇരട്ടി നാശനഷ്ടങ്ങൾ മാത്രമേ നൽകുകയുള്ളൂവെന്നും ഇരുപക്ഷവും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നയതന്ത്രത്തിന് ആയുധങ്ങളെക്കാൾ കരുത്തുണ്ടെന്ന് തെളിയിക്കാനുള്ള അവസാന അവസരമായിരിക്കാം ഇത്. ലോകം ഒരു വലിയ എണ്ണ സ്ഫോടനത്തിന് തൊട്ടരികെ നിൽക്കുകയാണ്. ഒരു ചെറിയ തീപ്പൊരി പോലും ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന് കാരണമായേക്കാം. പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് ഇപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അതിജീവനത്തിന്റെ പ്രശ്നമായി മാറിയിരിക്കുന്നു. നയതന്ത്രത്തിന്റെ വഴികൾ അടയുന്നത് വിനാശത്തിലേക്കുള്ള കവാടം തുറക്കുന്നതിന് തുല്യമായിരിക്കും. ഇതിനെ മറികടക്കാൻ ഉന്നത തലത്തിലുള്ള ചർച്ചകളും വിട്ടുവീഴ്ചകളും അനിവാര്യമാണ്. ലോകം ഉറ്റുനോക്കുന്നത് ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്നതിലേക്കാണ്. ഗണിതശാസ്ത്രം ഇവിടെ ജീവനുകൾ രക്ഷിക്കാനാണോ അതോ നശിപ്പിക്കാനാണോ ഉപയോഗപ്പെടുന്നത് എന്നത് കാലം തെളിയിക്കും. നിസ്സാരമായ ഒരു തെറ്റായ നീക്കം പോലും ദശകങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ അത്യന്തം ജാഗ്രതയോടെ മാത്രമേ ലോക നേതാക്കൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. ഇതിനെ ഒരു പ്രാദേശിക പ്രശ്നമായി കാണാതെ ആഗോള സുരക്ഷയുടെ അവിഭാജ്യ ഘടകമായി കണ്ട് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് എല്ലാ രാഷ്ട്രങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർണായകമാണ്. യുദ്ധത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇനി എന്ത് എഴുതപ്പെടുമെന്നത് കാത്തിരുന്ന് കാണാം. 4 ഇരട്ടി നാശത്തേക്കാൾ 4 ഭാഗത്തു നിന്നും സമാധാനത്തിനായുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ആവശ്യം. ഇതിനായുള്ള ലോക നേതാക്കളുടെ പരിശ്രമം വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സമാധാനത്തിന്റെ ഗണിതം പഠിക്കാനുള്ള സമയമാണിത്. അവസാന നിമിഷം വരെ നയതന്ത്രം പരാജയപ്പെടാതിരിക്കട്ടെ. ആഗോള വിപണിയും ജനജീവിതവും സാധാരണ നിലയിൽ തുടരാൻ ആവശ്യമായ വിവേകം ഇരുപക്ഷത്തിനും ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. ഊർജ്ജയുദ്ധം ഒരു വലിയ മാനുഷിക ദുരന്തമായി മാറാതിരിക്കാൻ ലോക സമൂഹം ജാഗ്രത പാലിക്കണം. വിദ്വേഷത്തിന്റെ കണക്കുകൾ മായ്ച്ചു കളഞ്ഞ് സൗഹൃദത്തിന്റെ സമവാക്യങ്ങൾ രൂപപ്പെടുത്താൻ നമുക്കും പരിശ്രമിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.